സിനോജ, ഇപ്പോൾ ഇന്നുകൂടി ആയിരിക്കില്ലേ സന്നദ്ധ പ്രവർത്തകർക്ക് ഈ സൈന്യത്തിനൊപ്പം വനംവകുപ്പിനൊപ്പം പരിശോധന നടത്താനുള്ള അവസരം ഉണ്ടാവുക? 6-ാം ദിവസം കഴിഞ്ഞാൽ പിന്നീട് വനംവകുപ്പ് തന്നെയായിരിക്കും പരിശോധനകൾ അല്ലെങ്കിൽ തുടർ പരിശോധനകൾ നടത്തുക എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇന്ന് അപ്പോൾ വനം വഴിയുള്ള അല്ലെങ്കിൽ 40 കിലോമീറ്റർ സ്ട്രെച്ചിൽ ചൂരൽമല മുതലുള്ള ഭാഗങ്ങളിലെ പരിശോധനയിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്കാളിത്തം ഇന്ന് അവസാനിക്കുകയല്ലേ? കഴിയുള്ളൂ. കാരണം ഇന്ന് പോയ സന്നദ്ധ പ്രവർത്തകർ പറയുകയാണ്, ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു, ഇനി സാധ്യതയില്ല, ഫുള്ള് കവർ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമാണ് പൂർണ്ണതോതിൽ അത് അവസാനിപ്പിക്കുക. പക്ഷേ എങ്കിൽ കൂടി നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഈ ഫോറസ്റ്റിലേക്ക് കയറുന്നുണ്ട്. കാരണം നിയന്ത്രണമില്ലാതെ ഫോറസ്റ്റിലേക്ക് കടത്തിവിടാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം 3 പേര് സൂചിപ്പാറയിൽ കുടുങ്ങിയതും കോസ്റ്റ് ഗാർഡ് എത്തിരക്ഷിതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് പോലീസിനോട് പറയാതെയാണ് അവർ പോയത്. അത് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് പല വഴിക്ക് ആളുകൾ കയറുന്ന സാഹചര്യമുണ്ട്. അത് വനപാലകർക്കും തലവേദന ഉണ്ടാകുന്നു. അവിടെ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, കാട്ടാനവെല്ലാം ഓടിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അതും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടാണ് 409 പേരെ കയറ്റിവിട്ടു. അവരെല്ലാ പേര് വിവരങ്ങളും എഴുതിയെടുത്ത ശേഷം കയറ്റിവിട്ടു. അതിന് 500 എന്ന് പറയുന്നത് ഫോറസ്റ്റുകാരും തണ്ടർബോൾട്ടുകാരൊക്കെ തന്നെ കൂടുതലുള്ളൂ. അങ്ങനെയാണ് 500-ലധികം ആളുകൾ ഇന്ന് വനത്തിലേക്ക് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി കണക്ക് വെച്ചാണ് ഇന്ന് അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. ഒരു ടീം പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14-15 കിലോമീറ്റർ നടക്കണം തന്നെ, വനത്തിലൂടെ നടക്കണം തന്നെ അത്ര 2-3 മണിക്കൂർ എടുക്കും. തിരിച്ച് നടക്കാനും അത്രയും സമയമെടുക്കും. ഇതിനിടയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് കുടുങ്ങിപ്പോകും. അപ്പോൾ തെരച്ചിലിന് സമയം കുറവേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര അധികം ആളുകളെ ഒരുമിച്ച് കയറ്റിവിടുകയും ഇന്ന് ഇത്രയും മൃതദേഹ ശരീര ഭാഗങ്ങൾ ഇന്ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്രയും ദിവസവും 6 ദിവസവും ഇതേ രീതിയിൽ തന്നെ ആളുകൾ കയറിയെങ്കിൽ ഇത്ര അധികം ആളുകൾ ഒരുമിച്ച് കയറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ തെരച്ചിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികാരികൾ ഉള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെയുള്ള രീതിയിൽ മൃതദേഹങ്ങൾ ഈ ചാലിയാർ കടത്തിക്കൊണ്ട് മറുകരയിലേക്ക് ഈ സന്നദ്ധ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങാടത്തിലൂടെ മൃതദേഹം കടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ആംബുലൻസിൽ കയറണം. കാരണം വാഹനം അവിടേക്ക് പോവില്ല. ഇപ്പോൾ ആ ചങ്ങാടം വരുന്ന ഭാഗത്ത് പോലും റേഞ്ച് ഇല്ലാത്തൊരു വിഷയമുണ്ട്. ആളുകൾക്ക് വിളിച്ച് പറയാൻ കഴിയില്ല. അവിടെ നിന്ന് അക്കരെ നിന്ന് ഉറക്കെ കൂകിയൊക്കെ തന്നെ വിളിച്ചാണ് കാര്യങ്ങൾ കരയിലേക്ക് പറയുകയും ചെയ്യുന്നത്. ആ രീതിയിലുള്ള റേഞ്ച് ഇഷ്യൂ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ആ പ്രതിസന്ധിയുണ്ട്. അതൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം 6-ാം ദിവസം എത്തിയിരിക്കുന്നത്. വനമേഖലയിലുള്ള ഈ തിരച്ചിൽ ഇന്ന് ഏകദേശം പൂർത്തിയാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് പൂർണ്ണ സജ്ജമായി ഇത്രയധികം ആളുകളെ ഒരുമിച്ച് ഇന്ന് വനത്തിലേക്ക് കയറ്റിവിട്ടിട്ടിരിക്കുന്നത്. സുജയ.